ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചിറ്റാമൃതനെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ജീവൻ രക്ഷകനെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല. പലർക്കും ഇതൊരു സാധാരണ വള്ളിച്ചെടി പോലെ തോന്നാം. പക്ഷേ പഴയ തലമുറയോട് ചോദിച്ചാൽ അവർ പറയുന്നത് വേറെയായിരിക്കും. ഇത് വീട്ടിലുണ്ടെങ്കിൽ പകുതി രോഗങ്ങൾക്കും മരുന്ന് വീട്ടിൽ തന്നെ ഉണ്ട് എന്ന രീതിയിലാണ് അവർ അതിനെക്കുറിച്ച് പറയുക. ചിറ്റാമൃത് എന്താണ് നമുക്ക് നോക്കിയാലോ. ചിറ്റാമൃത് ഒരു വള്ളിച്ചെടിയാണ്. ഇത് സാധാരണയായി മരങ്ങളിലേക്കും വേലികളിലേക്കും കയറി വളരും. ഇതിൻ്റെ തണ്ട് അല്പം കട്ടിയുള്ളതും ചാര നിറമുള്ളതുമാണ്. ഇലകൾ ഹൃദയത്തിൻ്റെ രൂപത്തിലുള്ളതും മൃദുവായതുമായിരിക്കും. ഇത് പല സ്ഥലങ്ങളിലും അമൃതവള്ളി എന്നറിയപ്പെടുന്നു. പേരിൽ തന്നെ അമൃതമുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും ശക്തമായ ഔഷധസസ്യങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അനവധിയാണ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കാണ് ഇമ്മ്യൂണിറ്റി. അത് കൂട്ടാൻ ഏറ്റവും നാടൻ മരങ്ങളിൽ സഹായിക്കുന്ന ഒന്നാണ് ചിറ്റാമൃത്. ഇത് ശരീരത്തെ ശക്തിപ്പെടുത്തുകയും രോഗങ്ങളിൽ നേരിടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പനിയും ചുമയും കുറയ്ക്കുവാൻ സഹായിക്കുന്നു. പഴയകാലത്ത് പനി വന്നാൽ പ്രത്യേകിച്ച് വൈറൽ പനി ചിറ്റാമൃത് കഷായം കൊടുക്കുമായിരുന്നു ആദ്യം. ശരീരത്തിലെ ചൂട് കുറയ്ക്കുവാനും പനി വേഗത്തിൽ മാറുവാനും ഇത് സഹായിക്കുന്നു. ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നാട്ടുവൈദ്യത്തിൽ ചിറ്റാമൃത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. ശരീരം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചിറ്റാമൃത്. ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുവാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഔഷധമാണ്. രക്തം ശുദ്ധീകരിക്കുവാൻ ഇത് സഹായിക്കുന്നു. ചർമ്മ രോഗങ്ങളിലാക്കി നമ്മൾ എന്തെല്ലാം ചെയ്യണം? പുണ്ണ്, ചൊറിച്ചിൽ, അലർജി, ചർമ്മത്തിലെ ചെറിയ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ചിറ്റാമൃത് വളരെ നല്ല ഫലം നൽകും. സന്ധിവേദനയ്ക്കും ശരീരവേദനയ്ക്കും ഒരുപാട് നല്ല ഔഷധമാണ് ചിറ്റാമൃത്. ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് സന്ധിവേദനയ്ക്കും ശരീരവേദനയ്ക്കും കുറയാൻ ഇത് സഹായിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ ഉപയോഗ രീതികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചിറ്റാമൃത് പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കഷായം ഉണ്ടാക്കുന്നു. ചിറ്റാമൃതിൻ്റെ തണ്ട് 2 ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് കാച്ചി അത് ചൂടറിയ ശേഷം കുടിക്കുക. ഇത് പനിക്കും ചുമയ്ക്കും വളരെ നല്ലതാണ്. വെള്ളത്തിൽ മുക്കി കുടിക്കുക. ചിറ്റാമൃതിൻ്റെ തണ്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ രാത്രി മുഴുവൻ മുക്കി വയ്ക്കുക. രാവിലെ ആ വെള്ളം കുടിച്ചാൽ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും. ഇല ചതച്ച് ഉപയോഗിക്കണം. ഇത് ചർമ്മ രോഗങ്ങൾക്കായി ഇല ചതച്ച് പുരട്ടാവുന്നതാണ്. ഇല ചതച്ച് പുരട്ടിയാൽ ഒരുപാട് ചർമ്മ രോഗങ്ങൾ മാറിക്കിട്ടും. നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, ചിറ്റാമൃത് ഉണ്ടെങ്കിൽ ഡോക്ടർ വേണ്ട. ഇതൊരു വെറും വാക്കല്ല. പഴയകാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ചെറിയ രോഗങ്ങൾ വന്നാൽ പോലും ഇതുപോലുള്ള ഔഷധങ്ങളെയാണ്. പലരും പറയുന്നുണ്ട് ചിറ്റാമൃത് കഷായം കുടിച്ചാൽ ശരീരം മുഴുവനൊന്നും ലളിതമായതുപോലെ എന്ന്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കാണുന്ന വീട്ടുവളപ്പിൽ തന്നെ കാണുന്ന അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന ഒരു അമൃതം, അതാണ് ചിറ്റാമൃത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ചെറിയ പനി വന്നാലും ആശുപത്രിയിലേക്കാണ് ഓടുന്നത്. പക്ഷേ പഴയകാലത്ത് നമ്മുടെ അമ്മമാർ എന്താണ് ചെയ്തിരുന്നത്? അവർ ചെറിയ ചിറ്റാമൃത് കഷായം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ പനി മാറിപ്പോയി എല്ലാവരുടെയും. ഇതൊരു സാധാരണ വള്ളിയല്ല, ഇത് നമ്മുടെ പ്രകൃതിയുടെ ഒരു സമ്മാനമാണ്. അതുകൊണ്ട് ഇനി മുതൽ കണ്ടാൽ വെട്ടിക്കളയല്ലേ, സംരക്ഷിക്കൂ, ഉപയോഗിക്കൂ. ചിറ്റാമൃത് വളരെ ഗുണമുള്ളതാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അതിൽ കടന്ന് ഉപയോഗിക്കരുത്. ഗർഭിണികൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറോട് ചോദിച്ച ശേഷം മാത്രമേ ചെയ്യാവൂ. ഷുഗർ മരുന്ന് കഴിക്കുന്നവർ ശ്രദ്ധിക്കണം. ഗുരുതര രോഗങ്ങളുള്ളവർ ഇത് മാത്രം ആശ്രയിക്കാൻ പാടുള്ള ഒന്നല്ല. ചിറ്റാമൃത് ചെറിയ വള്ളിയാണെങ്കിലും അതിൻ്റെ ഔഷധ ഗുണങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ പാരമ്പര്യ അറിവിൻ്റെ വിലപ്പെട്ടൊരു ഭാഗമാണ് ഇത്. ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ മറന്നു പോകുന്ന പ്രകൃതിയുടെ ഈ സമ്മാനങ്ങളെ വീണ്ടും തിരിച്ചു പിടിക്കേണ്ട സമയമാണിത്. നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാകുന്ന ഈ അമൃതം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ആരോഗ്യകരമായ ജീവിതം നമുക്ക് ലഭിക്കും. അതിനാൽ ചിറ്റാമൃത് കണ്ടാൽ വെട്ടിക്കളയരുത്, അത് സംരക്ഷിക്കൂ. കാരണം അതൊരു ചെടിയല്ല, അതൊരു ആരോഗ്യത്തിൻ്റെ അടിത്തറയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.